ഹലോ അസ്സലാമു അലൈക്കും. എടാ നമ്മുടെ +2 അറബിക് പരീക്ഷയിൽ നമുക്ക് നിർബന്ധമായിക്കൊണ്ട് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് പറയാൻ പോകുന്നത് കേട്ടോ. കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, പിന്നെ ഏതൊക്കെയാണ് ഈ സെക്കൻഡ് ടേം എക്സാമിന് വരിക അതൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, എന്തായിരുന്നാലും നമ്മൾ +2 ക്രിസ്മസ് പരീക്ഷയിൽ അറബിയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് പരിചയപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങളുടെ +2വിൻ്റെ തന്നെ ഫസ്റ്റ് ടേം എക്സാമിനെയും പബ്ലിക് എക്സാമിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ടഫ് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു എക്സാമാണ് ക്രിസ്മസ് എക്സാം. അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ് നിന്ന് കുറേ ചോദ്യങ്ങൾ വരും. ഞാനിപ്പോൾ കാണിക്കുന്ന പ്രൊഡിക്ഷൻ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിത് കാണിക്കാൻ പോകുന്നത് നിർബന്ധമായിക്കൊണ്ട് നിങ്ങളെ +2 ക്രിസ്മസ് എക്സാമിൻ്റെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിർബന്ധമായിക്കൊണ്ടും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസാണ്. ഇത് പഠിച്ച പോലെ എന്തായാലും അടിച്ച് പൊളിച്ച് ചെയ്യാൻ പാസ്സാവാൻ പറ്റും. ഇത് പഠിച്ച് പോകേണ്ട ക്വസ്റ്റ്യൻസാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഒരു എസ്സേ എഴുതാനോ അല്ലെങ്കിൽ പാരഗ്രാഫ് ഷുവറായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ കവിക്ക് അറബി ഭാഷയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ചോദിക്കും. അല്ലെ, മഹബത്ത് ഷാഇർ ലുഗത്തുൽ അറബിയ. നമുക്ക് ലാ തെലുംനി എന്ന് പറയുന്ന ഒരു കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ ടേമിൽ. അപ്പോൾ അതിൻ്റെ ആ കവിതനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് ഒന്നെങ്കിൽ എസ്സേക്ക് ഇത് 8 മാർക്കിന് ചോദിക്കണം, 6 മാർക്കിന് പാരാഗ്രാഫ് നിർബന്ധമായി ചോദിച്ചിരിക്കും. അതിന് പുറമെ ഈ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് 1 വേർഡുകളും ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഒക്കെ വരും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏറെ ഒരു 10 മാർക്കുകൾക്ക് ഏറ്റവും ചുരുങ്ങിയ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, മറ്റൊരു നിർബന്ധമായി കൊണ്ട് വരുന്ന ക്വസ്റ്റ്യനാണ്, നിങ്ങൾക്ക് ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള മുഹദ്ദിറാത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതും വരാൻ വളരെ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇത് പാരഗ്രാഫിൽ ചോദിക്കാം അല്ലെങ്കിൽ എസ്സേയിൽ ചോദിക്കാം. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് അറബി ഭാഷ. ഇത് എന്തായാലും സ്ഥിരമായി കൊണ്ട് നിങ്ങൾ പിന്നെ അറബി ക്വസ്റ്റ്യൻ പേപ്പറിൽ എസ്സേയിൽ 3 ക്വസ്റ്റ്യൻ എസ്സേ ക്വസ്റ്റ്യൻ 8 മാർക്ക് ചോദിക്കില്ല. അതിൽ സ്ഥിരമായി കാണുന്ന അല്ലെങ്കിൽ ഈ സെക്കൻഡ് ടേമിൽ എന്തായാലും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, അറബി ഭാഷ കേരളത്തിൽ വ്യാപിച്ചതിൻ്റെ കാരണം, അല്ലേ, അതിൻ്റെ വ്യാപിച്ച രീതിയെക്കുറിച്ച്, വ്യാപനത്തെക്കുറിച്ച് ചോദിക്കും. അതല്ലെങ്കിൽ പിന്നെ അറബി ഭാഷ വ്യാപിച്ചിൽ കേരളത്തിലെ ആളുകൾ ഈ 2 ക്വസ്റ്റ്യൻ നിർബന്ധമായി ചോദിക്കും. എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതല്ല എന്നുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻ പാരഗ്രാഫിൽ എന്തായാലും ഉണ്ടാകുന്നുണ്ട്. സോ നിങ്ങൾ പഠിച്ചു പോയാൽ നിങ്ങൾ ഒരിക്കലും നഷ്ടമില്ല, 10 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനിയോ മറ്റൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വരാൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ വരുന്നല്ല, ഇതേപോലെ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ചോദ്യം വരും. ഓക്കെ, പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാനുള്ള ചോദ്യം നിങ്ങൾക്ക് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് +2 ആയതുകൊണ്ട് കുറച്ച് നല്ലൊരു ക്വസ്റ്റ്യൻ പാരഗ്രാഫൊക്കെ ആയിട്ട് കൊടുക്കുക. സിമ്പിളായിട്ടുള്ളതായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പ്രിപ്പയർ ചെയ്ത് പോവുക. മറ്റൊന്ന്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഏതെങ്കിലും സിറ്റുവേഷൻ ആ വ്യക്തിയുമായിക്കൊണ്ടുള്ള ഹിവാർ, ഒരു സംഭാഷണം എഴുതാനുള്ള ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സോ അത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നല്ലൊരു സംഭാഷണം എഴുതാൻ വേണ്ടി പഠിച്ചു പോയാൽ നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുത്താം. മറ്റൊന്നാണ് നിങ്ങൾക്ക് പിന്നെ ഉമ്മു സലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടിട്ട്, അല്ലേ, അൽ അൻതി വഹീദ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നിർബന്ധമാണ്, ഷുവർ ക്വസ്റ്റ്യനാണ്. എസ്സേ ചോദിക്കും, അല്ലെങ്കിൽ സെക്ഷൻ നിർബന്ധമായി ചോദിക്കും. അതേപോലെ തന്നെ പാരഗ്രാഫ് ഷോർട്ട് ആൻസർ ചോദിക്കും. അതിന് പുറമെ വേറെ ക്വസ്റ്റ്യൻ അങ്ങനെ കാണിക്കുന്നുണ്ട്, സിറ്റുവേഷൻ എഴുതാൻ ചോദിക്കും. ഓക്കെ, സോ ആ ചാപ്റ്ററിൽ ഒരു 10 മാർക്ക് എന്തായാലും നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. സോ അത് പഠിച്ചു പോവാം. ഓക്കെ, ഇനി അതേ ചാപ്റ്ററിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യനാണ്, ആ ഒരു കഥ, ഒരു ചരിത്രമാണ് ആ ചാപ്റ്റർ. സോ അതിൽ നിന്ന് ഏതെങ്കിലും ഡയലോഗ് കൊടുത്തിട്ട് ചോദിക്കും, ആ ഡയലോഗ് പറഞ്ഞത് ആരാണ്, അല്ല ആ ഡയലോഗ് എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്, അവിടെ ഇതിൽ പറയുന്ന ആൾ ആരാണ്, എന്നൊക്കെ വലിയ ഇതിൽ സാഹിബത്ത് ആരാണ്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. സോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ 4 മാർക്കിന് ചോദിക്കാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ 12 1 വേർഡ് ചോദിക്കും. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് നിങ്ങളോട് എസ്സേ ചോദിക്കും, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ ചോദിക്കാൻ സാധ്യത. സോ ഒരു 10 വരെ 12 വരെ മാർക്കിന് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ഏരിയയാണ് ഉമ്മു സലമയുടെ ഹിജ്റയുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ഏരിയ. സോ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഒന്ന്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കവിത കൊടുത്തിട്ട് കവിതയുടെ ആശയം എഴുതാനോ കവിതയെ ബേസ് ചെയ്തിട്ടുള്ള 2 ചോദ്യങ്ങൾ നിർബന്ധമായിക്കൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ടാവും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നിർബന്ധമായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈ ടേമിൽ. ഓക്കെ, നെക്സ്റ്റ് സിമ്പിളായ ക്വസ്റ്റ്യൻസിനെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണ് ഇത്. പിന്നെ കവിതകളുടെ ലൈന് കൊടുക്കും, എന്നിട്ട് അതിൻ്റെ ആശയങ്ങൾ, അർത്ഥങ്ങൾ താഴെ കൊടുക്കും. ഇത് നിങ്ങളോട് മാച്ച് ചെയ്യാൻ വേണ്ടി പറയും. നിങ്ങൾ ഇതിൻ്റെ ഈ ലൈനിനോട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇതിൻ്റെ വരി ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി ചോദിക്കും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്റ്റ് ചെയ്യാം. പിന്നെ ഗ്രാമർ ഭാഗത്ത് നിന്ന് വരാൻ 1 വേർഡ് ചോദിക്കാൻ സാധ്യതയാണ്.
ഇൻ വെച്ചുകൊണ്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അപ്പോൾ ലമ്മ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നും ലമ്മൊക്കെ വരുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് സെൻറ്റൻസിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി പോയാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിലും മാർക്ക് സ്കോർ ചെയ്യാം. വൺ പഠിച്ച് നോക്കാൻ സാധ്യത ക്വസ്റ്റ്യനാണ്. ഇതല്ലാതെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ പറഞ്ഞ വളരെ സാധ്യത ക്വസ്റ്റ്യനാണ്. സോ നിങ്ങൾ പിന്നെ ഈ പറഞ്ഞ മുഴുവൻ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സും ഇത് ഈസിയായി പഠിക്കാനുള്ള ടിപ്സും ഈസി എഴുതാനുള്ള ട്രിക്സും ഒക്കെ നിങ്ങൾക്ക് എജുപോർട്ടിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയാം എന്ന് ഞാൻ മനസ്സിലാക്കണം. കാരണം നിങ്ങൾ മുൻ വർഷങ്ങളിൽ സ്ഥിരമായി എജുപോർട്ടിൻ്റെ ക്ലാസ് കാണുന്ന കുട്ടികളും. സോ നമ്മുടെ ലൈവിലേക്ക് നിങ്ങൾ വരിക, ഫ്രണ്ട്സിനെ കൂട്ടി വരിക. നിങ്ങൾക്ക് നഷ്ടമാവില്ല സമയം. നിങ്ങൾക്ക് ഞാൻ ലൈവിൽ എന്താണോ പറയുന്നത് ആ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പരീക്ഷയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ വളരെ നേരത്തെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈവ് കാണാൻ വേണ്ടി എല്ലാവരും കൂട്ടിയെത്തുക. അതോടൊപ്പം തന്നെ എജുപോർട്ടിൻ്റെ ലൈവ് ക്ലാസ്സൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കുണ്ടായ ഫീഡ്ബാക്ക് ഉണ്ടാവും, അഭിപ്രായങ്ങളുണ്ടാവും. ഓക്കെ, ആ അഭിപ്രായങ്ങൾ ഇതിന് മുമ്പുണ്ടായ എക്സ്പീരിയൻസൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, റെഡി? ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, ലൈവിൽ കാണാം കേട്ടോ. ബൈ, അസ്സലാമു അലൈക്കും.